ഡോക്ടർ അരുൺ ബി നായർ, ഈ കരുവാറ്റയിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അടുത്ത ബന്ധുവായ 13-കാരി അടക്കം 3 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അവരുടെ പ്രായവും 17 വയസ്സിൽ താഴെയാണ്. കൗമാര സംഘത്തിൻ്റെ ക്രൂര കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ് ആ പ്രദേശം. ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല, നമ്മൾ കേരളീയർ കൂടി ഞെട്ടിയിരിക്കുകയാണ്. കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അവരുടെ കാമുകൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്ക് കൊട്ടേഷൻ നൽകുന്നത്. ഈ പെൺകുട്ടിക്ക് മരിച്ച ശിവൻകുട്ടിയോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൗമാര പ്രായക്കാരും അതിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളും വളരെയേറെ അക്രമാസക്തരാകുന്ന ഒരു കാഴ്ച ഇന്നത്തെ പല റിപ്പോർട്ടുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനെയൊരു പകയുണ്ടാകുന്നത്? ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് ഈ ഒരു സംഭവത്തെ നമുക്ക് വിലയിരുത്താം. ഡിജിറ്റൽ ഉപകരണങ്ങൾ സാർവത്രികമായതോടെ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ചില അടിസ്ഥാന വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. ഒരു 30 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കൗമാരപ്രായക്കാരൻ്റെ ജീവിതം എടുത്താൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. സിനിമ കാണണമെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങി നടന്ന് പോയി ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് തിരക്കുള്ള ബസ്സിൽ കയറി ഇടിച്ചു തള്ളി നഗരത്തിൽ പോയി ഇറങ്ങി ഒരു സിനിമാ തിയേറ്ററിലെ വലിയ ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്ന് പലപ്പോഴും ആ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുമ്പോൾ ടിക്കറ്റ് തീർന്നു പോയിട്ടുണ്ടാവും. മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് മടങ്ങി വരേണ്ടി വരും. ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കണമെങ്കിലും ഇതേപോലെ നീണ്ട ഒരു ചടങ്ങാണ്. ആരോടെങ്കിലും ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. അപ്പം മനസ്സിലൊരാഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നു അന്ന്. ആ ഇടവേള കൊണ്ടുള്ളൊരു ഗുണം, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ന് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പകരം എന്ത് ചെയ്യണം എന്നൊരു പ്ലാൻ ബി നമ്മൾ ചിന്തിക്കുകയും അത് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആ പ്ലാൻ ബിയിലേക്ക് മനസ്സങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ടൈം ഗ്യാപ്പ്, മനസ്സിലൊരാഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ആ ടൈം ഗ്യാപ്പ് മൂലം ആഗ്രഹം നടക്കാതെ വന്നാൽ എന്ത് ചെയ്യണം എന്ന സാധ്യതയുമായിട്ട് കൂടെ പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു. ഇന്ന് ഈ ഡിജിറ്റൽ ലോകത്ത് സിനിമ കാണണമെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് 2 ക്ലിക്ക് നടത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ടിക്കറ്റ് കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഒരു ഫുഡ് ഓർഡറിങ് ആപ്പ് എടുത്ത് 2 ക്ലിക്ക് നടത്തിയാൽ വീട്ടിലേക്ക് അത് എത്തിച്ചേരും. ആരോടെങ്കിലും ഒരു സന്ദേശം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇമോജി അയച്ചാൽ പോലും മതി, അത്രയ്ക്ക് അനായാസമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി നമ്മുടെ മനസ്സിലൊരാഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ഇടവേള അപ്രത്യക്ഷമായിരിക്കും. ആ ഇടവേള അപ്രത്യക്ഷമായതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടപ്പിലാകാതെ വരാം, സാധ്യമാകാതെ വരാം എന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കാതെ വന്നാൽ എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ, നീ ജർക്ക് റിയാക്ഷൻസ്. ഈ നീ ജർക്ക് റിയാക്ഷൻസിൻ്റെ പല വകഭേദങ്ങളാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. പ്രണയാഭ്യർത്ഥന നിരസിക്കുമ്പോൾ കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക, മൊബൈൽ കൊടുക്കാത്തതിന് ഒരുപക്ഷെ വീട്ടിലുള്ള പ്രായം ചെന്ന ആളുകളെ വധിക്കുക, ലഹരി വസ്തുക്കൾ വാങ്ങാൻ പൈസ തരാത്തതിന് അമ്മയെ തള്ളിയിട്ട് കൊല്ലുക. ഇത്തരം വാർത്തകളുടെയൊക്കെ പുറകിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ സ്വാധീനമുണ്ടെന്ന് കരുതാം. അതോടൊപ്പം തന്നെ അമിതമായ ഡിജിറ്റൽ ഉപയോഗം 4 പ്രധാന പ്രശ്നങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ഒന്നാമത്, അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്നു. ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ നടക്കുന്നു. വീട്ടിൽ തന്നെ മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ എന്നിവരുമായൊരു വൈകാരികമായ ഒരു അടുപ്പം സാധ്യമല്ലാത്ത ഒരു സാഹചര്യം സംജാതമാവുന്നു. പലപ്പോഴും വീട്ടുകാർക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഓൺലൈൻ സൗഹൃദങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. ഇത് പലപ്പോഴും അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകാൻ കാരണമാവുന്നു. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളിലടക്കം ഇത്തരം സ്വാധീനങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം, ഇവർ ഉറങ്ങുന്ന സമയം വളരെ വൈകുകയാണ്. അമിതമായ ഡിജിറ്റൽ ഉപയോഗം മൂലം രാവിലെ 3-നും 4-നും ഇടയ്ക്ക് മാത്രം ഉറങ്ങുന്നൊരവസ്ഥ വരുന്നത് പൊതുവെ ഉറക്കത്തിൻ്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. ഇത് പഠനത്തെ ബാധിക്കുന്നതിനോടൊപ്പം പെരുമാറ്റത്തെയും ദോഷകരമായി ബാധിക്കുന്നു. അമിത ദേഷ്യം, അക്രമവാസന, പ്രതികാരബുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ ഇവരിൽ കൂടുന്നു. മൂന്നാമത്തെ പ്രശ്നം, അതിചടുലമായ ദൃശ്യങ്ങളുള്ള വീഡിയോസ്, ഓൺലൈൻ ഗെയിംസ്, ഇതൊക്കെ നിരന്തരം കാണുന്നു. ഷോർട്സും റീൽസും മാത്രം കാണുന്നു. ഈ ഒരു തലമുറയെ സംബന്ധിച്ചോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ക്രമേണ കുറയുകയാണ്. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ
ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ ഈ ശ്രദ്ധക്കുറവ് ഇവരുടെ എല്ലാ ഇടപാടുകളിലും പരസ്പരമുള്ള ആശയവിനിമയത്തിലും പഠനത്തിലുമൊക്കെ തകരാറായി മാറുന്നു. മാത്രമല്ല, ഈ ലഹരി വസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ഇൻ്റർനെറ്റിലെ ചില ഇരുണ്ട പ്രതലങ്ങൾ അവർക്ക് അറിവ് നൽകുന്നു. അതിലൂടെ ഈ ലഹരി വസ്തുക്കളടക്കം ഓർഡർ ചെയ്ത് വാങ്ങി അതും അവരുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പഴുതടച്ചുള്ള കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യാം, തെളിയിക്കപ്പെടാതെ പോകുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്ത ഒരു സംഗതി അതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും അത് ചെയ്തു കൂട്ടാനുള്ളൊരു അറപ്പ് മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ആ അറപ്പ് മാറുന്ന പലപ്പോഴും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തോടെയാണ്. ലഹരി വസ്തുക്കൾ ചെന്ന് നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ആത്മനിയന്ത്രണത്തിൻ്റെ കേന്ദ്രം മന്ദീഭവിക്കുന്നതോടെ ആരെയും എന്തും ചെയ്യാനുള്ള ഒരു അപാരമായ ധൈര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അത് പലപ്പോഴും കടുത്ത കുറ്റകൃത്യങ്ങളിലേക്ക് പോലും നമ്മുടെ കൗമാരപ്രായക്കാരെ എത്തിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. ഈ കരുവാറ്റ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. ശരിക്കും ഇവരുടെ മനസ്സ് എത്രത്തോളം ക്രൂരമായിരിക്കും അപ്പോൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമകളും ഓൺലൈനായിട്ടുള്ള മറ്റ് കണ്ടൻറ്റുകളുമൊക്കെ കുട്ടികളെ സ്വാധീനിക്കാം. ഒരു സിനിമ കാണുമ്പോൾ അതിലൊരു പ്രത്യേക കുറ്റകൃത്യം പഴുതടച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയിൽ തെളിയിക്കപ്പെടാത്തൊരു കുറ്റകൃത്യത്തെക്കുറിച്ചൊരു വാർത്ത കാണുന്നു. നമുക്ക് ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യും. വീട്ടുകാരുമായി ഊഷ്മളമായ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചർച്ച ചെയ്യും. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു കൊടുക്കും, ഇത് സിനിമ കഥയാണ്, അത് യാഥാർത്ഥ്യമാകാൻ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ലോകത്ത് എല്ലായിടത്തും CCTV ക്യാമറകളുള്ളൊരു സ്ഥലത്ത് എല്ലാ ഡിജിറ്റൽ ആശയവിനിമയങ്ങളും ഒരു സ്ഥായിയായ തെളിവ് അവശേഷിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ പഴുതടച്ചുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുക അസാധ്യമാണ്, അസംഭവ്യമാണ് എന്ന് കൃത്യമായ ഒരു ബോധ്യം അവർക്ക് ഈ മുതിർന്ന വ്യക്തികൾ പകർന്നു കൊടുക്കും. ആരോഗ്യകരമായ സൗഹൃദങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്താലും അവരിൽ നിന്നും നമ്മൾ ഈ വിവരം മനസ്സിലാക്കിയെടുക്കും. പക്ഷെ പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ, കൗമാരപ്രായക്കാർ ഒരു സോഷ്യൽ ഐസൊലേഷനിലേക്ക് പോവുകയാണ്. അവർ മറ്റുള്ളവരുമായി ഒന്നും പങ്കുവെക്കുന്നില്ല, വീട്ടുകാരുമായി മാനസികമായി അകലുന്നു. അവരുടെ സൗഹൃദങ്ങൾ പോലും ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ ഓൺലൈൻ ഗെയിമുകളും അല്ലെങ്കിൽ ഓൺലൈൻ ക്രൈം സീരീസുകളും മാത്രം കാണുന്ന വിരലിലെണ്ണാവുന്ന ആളുകളിലേക്ക് അവരുടെ സൗഹൃദങ്ങൾ പോലും ചുരുങ്ങിപ്പോവാണ്. അപ്പോൾ അവർ ഈ കണ്ട സിനിമ അല്ലെങ്കിൽ കണ്ടൊരു സീരീസ് അത് അപകടകരമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സുഹൃത്തോ ഒരു ബന്ധുവോ ഇല്ലാത്ത അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ആവർത്തിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നു. അതായത് ഒരു നിർവികാരത. ഇതൊക്കെ മറ്റുള്ളവരെ വധിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതുമൊക്കെ കളിപ്പാട്ടങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയായി നമ്മൾ മാനസികമായിട്ട് മനസ്സിലാക്കുന്നു. മറ്റുള്ളവർക്കൊന്നും നമ്മളെപ്പോലെയുള്ള വികാരങ്ങളും വേദനകളും വിഷമങ്ങളും ഇല്ല എന്ന ഒരു മനോനിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹം സഫലമാക്കാൻ ആരെയും എന്തും ചെയ്യാം, അതിൽ തെറ്റില്ല എന്നൊരു മനോനിലയിലേക്ക് വരെ എത്തിച്ചേരുന്നു. ഡോക്ടർ, ഇവിടെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർ 17 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. ഇവരെ പ്രായപൂർത്തിയായവർ എന്ന ഗണത്തിൽപ്പെടുത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ശരിക്കും ഇത്തരം കുട്ടികളെ, ഇവിടത്തെ നമ്മൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവരെ ശിക്ഷിച്ചാലും നേരായ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇവരെയൊക്കെ? തീർച്ചയായിട്ടും ഈ കൗമാരപ്രായക്കാരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആധികാരിക രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്നൊരു രീതിയിലൂടെ സാധിക്കും. ഇവിടെ സ്നേഹമുണ്ട്, അച്ചടക്കവുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഉത്തരവാദിത്വ ബോധമുണ്ട്. അപ്പോൾ ശിക്ഷ മാത്രമല്ല, അതോടൊപ്പം സ്നേഹവും വേണം. കാരണം വീട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അഭിനന്ദനങ്ങൾ ലഭിക്കണം. തനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും തന്നെ പിന്തുണയ്ക്കാൻ തൻ്റെ വീട്ടുകാരുണ്ടെന്നുള്ള ബോധ്യം വരണം. എന്ത് കാര്യവും എന്ത് സെൻസിറ്റീവായ വിഷയവും വീട്ടിൽ തുറന്നു പറയാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി വീട്ടിലുണ്ടാകണം. ഇതോടൊപ്പം തന്നെ ശിക്ഷയും ആവശ്യമാണ്. അനാരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷയിലൂടെ നിയന്ത്രിക്കുക തന്നെ വേണം. ശിക്ഷ എന്ന് പറയുമ്പോൾ വടിയെടുത്ത് അടിക്കുകയോ ചീത്ത വിളിക്കുകയോ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മോശമായൊരു പെരുമാറ്റം, ഒരു വാശി ചെറുപ്രായത്തിൽ കാണിച്ചാൽ എക്സ്റ്റിങ്ഷൻ എന്നൊരു രീതിയുണ്ട്. ഈ പിടിവാശി കാണിക്കുന്ന കുട്ടിയെ ഒരു പ്രാവശ്യം
അത് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞ ശേഷം പിന്നീടുള്ള വാശി പ്രകടനങ്ങളെ പരിപൂർണമായി അവഗണിക്കലാണ് ഈ എക്സ്റ്റിങ്ഷൻ. നിരവധി പ്രാവശ്യം ബഹളം വെച്ചിട്ടും വാശി കാണിച്ചിട്ടും ഒന്നും ആഗ്രഹിക്കുന്ന നടക്കാതെ വരുമ്പോൾ കുട്ടിയുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കും, ഈ വാശി കാണിക്കുന്ന കുറയും. മാത്രമല്ല, പ്രതിഫല നിഷേധം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പാസീവ് പണിഷ്മെൻറ്റ്. കുട്ടി 2 മണിക്കൂർ പഠിച്ചാൽ 1 മണിക്കൂർ മൊബൈൽ നൽകാം എന്നാണ് വീട്ടിലെ എഗ്രിമെൻ്റ് എങ്കിൽ, ഒരു ദിവസം കുട്ടി നിർബന്ധം കാണിച്ച് പഠിക്കാതിരിക്കുന്നു. നമ്മൾ കൂടുതലൊന്നും ഒച്ച വെക്കുകയോ അടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് നീ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നിനക്ക് മൊബൈലില്ല, ഇത്രമാത്രം പറഞ്ഞാൽ മതി, അതങ്ങ് നടപ്പിലാക്കിയാൽ മതി. ഇത്തരത്തിൽ വളരെ ശക്തമായ നിലപാടുകളിലൂടെ, അതായത് നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കില്ല, ലഭിക്കില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ഈ കുട്ടികൾ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത്തരത്തിൽ സ്നേഹവും അച്ചടക്കവും, സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വ ബോധവും, ഇത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പേരൻറ്റിങ് രീതിയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും പ്രധാനം മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മുൻപിൽ നിങ്ങളൊരു റോൾ മോഡലിംഗ് നടത്തേണ്ടത് ആവശ്യമാണ്. കുട്ടികളുടെ മുൻപിൽ വെച്ച് വഴക്കിടുക, ചീത്ത വിളിക്കുക, പരസ്പരം മർദ്ദിക്കുക, അല്ലെങ്കിൽ അച്ഛൻ അമ്മയുടെ കുറ്റം പറയുക, തിരിച്ചു പറയുക, ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അഭിപ്രായ വ്യത്യാസം വന്നാൽ ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തുന്ന ഒരു രീതി കുട്ടികളെ നമുക്ക് കാണിച്ചു കൊടുക്കാം. മറ്റൊരു കാര്യമുള്ളത്, എന്തു പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുന്ന തെറ്റായ രക്ഷാകർതൃത്വമാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നോ എന്ന് പറയേണ്ട സാഹചര്യത്തിൽ അത് പറയുകയും ആ ശീലം കുട്ടികളിൽ വളർത്തേണ്ടതും മറന്നു പോകുന്നുണ്ടോ ഇന്നത്തെ മാതാപിതാക്കൾ? തീർച്ചയായിട്ടും. കാരണം ഇൻഡൾജൻറ്റ് പേരൻറ്റിങ് അല്ലെങ്കിൽ പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയും, ലാളനാത്മക രക്ഷാകർതൃത്വം. കാരണം പല രക്ഷാകർത്താക്കളും തങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തങ്ങളുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് കുട്ടികളെ വളർത്തുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിന്നാൽ പോലും വലിയ ഫീസുള്ള ഒരു സ്കൂളിൽ കുട്ടിയെ ചേർക്കുന്നു. അപ്പോൾ കുട്ടി നോക്കുമ്പോഴത്തേക്കൊണ്ട് സഹപാഠികൾ പലപ്പോഴും വലിയ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും കൈകളിലുള്ളവരായിരിക്കാം. അപ്പോൾ തൻ്റെ അച്ഛൻ ഈ സ്കൂളിൽ തന്നെ ചേർത്ത സ്ഥിതിക്ക് ഈ മൊബൈലും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും വാങ്ങിത്തരാൻ ബാധ്യസ്ഥനാണ് എന്ന് കുട്ടി വിശ്വസിക്കുന്നു. അപ്പോൾ സ്വന്തം ജീവിതത്തിലെ ഇല്ലായ്മകൾ കുട്ടികളെ ബോധ്യപ്പെടുത്താതെ വളർത്തുമ്പോൾ കുട്ടികളുടെ സ്വപ്നങ്ങൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഉയർന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടുതൽ വിലപിടിപ്പുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും. ആ ആവശ്യങ്ങൾ സഫലമാക്കാതെ വന്നാൽ അവർ നിർബന്ധ ബുദ്ധിയും പിടിവാശിയും, ചിലപ്പോൾ സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുന്ന രീതികൾ വരെ ഒക്കെ അവർ ചെയ്ത് കളിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും സ്വന്തം ജീവിതത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികമായ യാഥാർത്ഥ്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി തന്നെ വളർത്തുന്നതാണ് നല്ലത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇന്ന രീതിയിലാണ്, നമ്മളെ കൊണ്ട് ഇത്രയേ പറ്റൂ. ഈ കൃത്യമായ യാഥാർത്ഥ്യ ബോധം കുട്ടികൾക്ക് പകർന്നു നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ അനാവശ്യമായൊരു ഡിമാൻഡുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് സാധ്യമാവാത്ത കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് ഇത് വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. അവിടെ പലപ്പോഴും കുട്ടികൾ വലിയ വാശിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുപ്രായത്തിൽ എക്സ്റ്റിങ്ഷൻ എന്ന കാര്യം ചെയ്യാം. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ആ വാശി പ്രകടനത്തെ പരിപൂർണമായും അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മൾ കൂടുതൽ മുതിർന്നു വരുന്ന മുറയ്ക്ക് ചില ശിക്ഷാ നടപടികളിലൂടെ, ആ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് കുട്ടിക്ക് ലഭിക്കുന്ന ചില പ്രിവിലേജുകളെ ഒഴിവാക്കുക. മോശപ്പെട്ട പെരുമാറ്റം കാണിക്കുന്ന ദിവസങ്ങളിൽ കുട്ടിക്ക് ലഭിക്കുന്ന ചില പ്രിവിലേജുകളെ ഒഴിവാക്കി മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത്യാവശ്യം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും. ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ, ആഗ്രഹ പൂർത്തീകരണം മാറ്റിവെക്കുക എന്നുള്ളത് കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇപ്പോൾ കുട്ടി ഒരു കടയിൽ കയറുമ്പോൾ വളരെ വലിയ വിലപിടിപ്പുള്ളൊരു സംഗതി നമ്മൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ കുട്ടിക്കത് അത്യന്താപേക്ഷിതമല്ല എന്ന് തോന്നിയാൽ നമുക്കത് കുറച്ച് നാൾ കഴിഞ്ഞ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റിവെക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കാം. നോട്ട് ടുഡേ, നെക്സ്റ്റ് വീക്ക്, ഇന്നില്ല, ഒരാഴ്ച കഴിഞ്ഞാകട്ടെ. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കാൻ കുട്ടികൾക്കും കഴിയും. ജീവിതം എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന പലതും ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മൾ പണ്ടൊരിക്കൽ ആഗ്രഹിച്ചത് അപ്രതീക്ഷിതമായി നമുക്ക് വന്നു വീഴും. ഇതിനു വേണ്ടി നമ്മൾ മനസ്സിനെ പരുവപ്പെടുത്തുകയാണ് വേണ്ടത്. കുട്ടികളെയും ആ രീതിയിൽ പരിശീലിപ്പിക്കണം. അപ്പോൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ഇന്നില്ല, ഒരാഴ്ച കഴിയട്ടെ എന്ന് പറയുമ്പോൾ
മിക്കവാറും കുട്ടികൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് മറന്നു പോകും. ഇനി അത് മറന്നു പോകുന്നില്ല, നിങ്ങൾ ചില സർപ്രൈസ് ഗിഫ്റ്റുകൾ കുട്ടിക്ക് നൽകുന്നു എങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കുട്ടി വളരെ തീവ്രമായി ആഗ്രഹിച്ചൊരു കാര്യം 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ അടുത്ത ഓണക്കാലത്തോ നമ്മൾ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടിക്കൊരു സന്ദേശം ലഭിക്കുകയാണ്, ഞാൻ ക്ഷമയോടെ കാത്തിരുന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടും, പകരം ഞാൻ പിടിവാശി കാണിച്ചാൽ എനിക്ക് ഉള്ളതുകൂടെ ഇല്ലാതെയാകും. ഇത് ബോധ്യപ്പെടുത്തി തന്നെ കുട്ടികളെ വളർത്തേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്.